ഹലോ എവരിബഡി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയൻ ലോഹി. ദ മാം ആൻഡ് മോമിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഒരു ഫോൺ കോൾ. അമ്മ, നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, അമ്മയുടെ സ്പെഷ്യൽ പുട്ടും മുട്ടറോസ്റ്റും വേണേന്ന്. ഒരു നല്ല ദിവസത്തിൻ്റെ ഉണർവ് നൽകുന്ന ഒരു കോൾ. മക്കളുടെ ഫോൺ കോളല്ലേ. പ്രായമായവരുടെ ഒറ്റപ്പെടലുകൾക്കിടയിൽ മക്കളുടെ ഇതുപോലൊരു കോൾ, മറ്റൊന്നും വേണ്ട അല്ലേ. ഒരു ഉണർവ് തരുന്ന ഒരു സുഖം, അത് മതി. തലമുറകൾ കൈമാറി വരുന്ന ഇഷ്ടങ്ങൾ, എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ഇഷ്ട വിഭവമായിരുന്നു അത്, പ്രത്യേകിച്ച് അമ്മയുടെയും. കുസാറ്റിലെ ലേഡീസ് ഹോസ്റ്റലിലെ മേട്ടർ സുശീല മാഡത്തിൻ്റെ റൂമിലായിരുന്നു അന്ന് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നത്. അവിടെ പോയിട്ട് വേണം ഫോൺ ചെയ്യാൻ. അപ്പോൾ ഫോൺ ചെയ്യുമ്പം വീട്ടിൽ പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ പറയായിരുന്നു അച്ഛനെ വിളിച്ചിട്ട്, അച്ഛാ മകൾ വരുന്നുണ്ടേ, എൻ്റെ സ്പെഷ്യൽ മറക്കല്ലേ എന്ന്. ഒരുപക്ഷെ ഇപ്പോഴവർ ജീവിച്ചിരിക്കുന്നെങ്കിൽ, എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഞാനും വിളിച്ചു പറയില്ലായിരുന്നോ ഇതേപോലെ. ചൂടുള്ള പുട്ടിൻ്റെ മൃദുലതയും മുട്ടറോസ്റ്റിൻ്റെ മസാലയുടെ മണവും കറിവേപ്പിലയുടെ സുഗന്ധവും ഒക്കെ കൂടെ ചേർന്നാലുള്ള ആ ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ്. ഒന്നാലോചിച്ചാൽ ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഒറ്റപ്പെടലിൻ്റെ അരിപ്പൊടി കുതിർത്ത് നേർപ്പിച്ച് ഓർമ്മകളുടെ തേങ്ങ ചീളുകൾ ചേർത്താൽ നമ്മുടെ ഹൃദയത്തിലും ഓർമ്മകളുടെ മണം ഉണ്ടാകില്ലേ. സ്വന്തം വീട്ടിൽ കയറി ചെല്ലുമ്പോഴുള്ള ആ ഒരു ഗന്ധമുണ്ടല്ലോ, ആ ഓർമ്മകൾ, ആ രുചി, അത് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം വരെയല്ലേ ഉണ്ടാവൂ. അതുകൊണ്ടാണ് പറയുന്നത്, വയസ്സായ അച്ഛനമ്മമാരുണ്ടെങ്കിൽ സ്നേഹമായി, സാന്ത്വനമായി, താങ്ങായി, തണലായി മക്കളെപ്പോഴും ഉണ്ടാവണം. കൂടെ തന്നെ ഉണ്ടാവണം എന്നല്ല പറയുന്നത്, ഇതുപോലൊരു ഫോൺ കോൾ ആയാലും മതിയാവും. ഓക്കെ, എനിവേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നീ നോക്കോ, ഇതിലേക്ക് കിടക്കാം. ഞാൻ സാധാരണ പുട്ടുപൊടി വാങ്ങാറില്ല. സാദാ പച്ചരിയും ചോറ്റരിയും ചേർത്ത് മിക്സിയിൽ പൊടിച്ച് വറുത്ത് പൊടിയാക്കി വെക്കും. നല്ല ടേസ്റ്റായിരിക്കും. പക്ഷെ ചിലപ്പോൾ അത് വറവ് അധികമായി പോയിട്ടുണ്ടല്ലോ, വെള്ളം ചേർത്ത് കുഴയ്ക്കുമ്പോൾ കട്ട പിടിച്ചിരിക്കും. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മിക്സിയിൽ നമുക്ക് ജാറിൽ ഒന്നിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അത് ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടി. നല്ല സോഫ്റ്റ് പൂട്ട് കിട്ടും. കണ്ടോ. മുട്ടറോസ്റ്റിൻ്റെ മസാലയ്ക്കോ ഞാനെങ്കിൽ സവാള അല്പം ഉപ്പും ചേർത്ത് കുക്കിംഗ് ഓയിൽ, ഞാൻ വെളിച്ചെണ്ണ സാധാരണ ചേർക്കാറുള്ളൂ, ഒന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് ഉള്ളി സോഫ്റ്റ് ആകുമ്പോൾ അതിനകത്ത് തക്കാളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില നല്ലപോലെ ചേർക്കും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയും ചേർക്കാം ഇഷ്ടമുള്ളവർക്ക്. എന്നിട്ടോ അത് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ കുറച്ച് ഗ്രേവി ആക്കി എടുക്കാൻ സാധിക്കും. ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതുകൊണ്ടെങ്കിലോ ബഹുകേമം. എനിക്കാണെങ്കിലോ ഒരു മൈസൂർ പഴം കൂടെ കിട്ടിയതെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പാളയംകോടൻ പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചൂട് പുട്ടും മുട്ടറോസ്റ്റും കഴിച്ചാലുടനെ നിങ്ങൾക്കും വിളിച്ചു പറയാം, അമ്മേ ഞാൻ ഇന്ന് ഉച്ചവരെ റെസ്റ്റാണേ, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് അല്ലേ. ചരിത്രം ആവർത്തിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോട് ഒന്ന് രേഖപ്പെടുത്തൂ. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ.